ഗൈസ് ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗൈസ് വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. ഓക്കെ, സ്കിപ്പ് അടിക്കാതെ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് മനസ്സിലാവും. Hey, guys, welcome to Action Dude. ഗൈസ്, ആക്ഷൻ ഡ്യൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗൈസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ്. ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവുക ഗൈസ്. ലൈക്ക് അടിക്കുക, ഡിസ്ലൈക്ക് അല്ല ഗൈസ്. ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ്. എന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്, എന്നിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് ഗൈസ്. നിങ്ങൾക്കറിയുക, സബ്സ്ക്രൈബ് ബട്ടൺ ചുവന്ന് നടക്കുകയാണെങ്കിൽ ഗൈസ് ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടനെ ഒന്ന് നെക്കി അതൊന്ന് വെള്ളയാക്കുക ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബർ ഫാമിലിയിൽ നിങ്ങളും ഒരു അംഗമാവും ഗൈസ്. അത് വളരെ നല്ലതാണ് ഗൈസ്. ഓക്കെ, ഞങ്ങൾ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അന്ന് തന്നെ കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണും ബെല്ലൈക്കൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കും. ഓക്കെ അത് പ്രത്യേകം ഓർക്കുക. എന്നാലേ ഞങ്ങളുടെ വീഡിയോസ് ഏത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേരും. ഓൾ നോക്കിയാൽ പറ്റും. എൻ്റെ ചാനൽ ആക്ഷൻ ഡ്യൂഡ് എന്ന് പറയുന്ന ചാനലിന് 4000 സബ്സ്ക്രൈബേഴ്സ് മീൻസ് 4000 സബ്സ്ക്രൈബേഴ്സ് പാസ് ആയിരിക്കുന്നു ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മച്ചന്മാർക്കും താങ്ക്സ്. മച്ചന്മാരും ഉണ്ട്, മച്ചുകളുണ്ട്, വലിയ ആൾക്കാരും ഉണ്ട്, ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവർക്കും താങ്ക്സ്. എന്നിട്ട് പഴയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരൊന്നും മറക്കുന്നില്ല. ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു ഞങ്ങളൊക്കെ മറന്നു വന്നു ഗൈസ്. നിങ്ങളൊന്നും ആരെയും എനിക്ക് അറിയത്തില്ല, പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി നിങ്ങളെല്ലാവരും അംഗമാണ് ഗൈസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ഹോം തിയേറ്റർ കാണും. നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു പ്രൊജക്ടർ കാണും. ഓക്കെ, അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രൊജക്ടർ ഉണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചിലവരൊക്കെ പറഞ്ഞു പ്രൊജക്ടർ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു യൂസേഴ്സിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അത് ഞാനിപ്പോൾ മേടിച്ചിട്ട് ഒരു 2 മാസമായി, 3 മാസം ഇനി ആവാറാകുന്നു. അപ്പോൾ ഗൈസ്, ആ പ്രൊജക്ടർ ഞങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ച് പൊളി പ്രൊജക്ടറാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് പ്രൊജക്ടറിൻ്റെ ലെൻസിലല്ല, അകത്ത് ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനകത്ത് ഇങ്ങനെ പൊടി പറ്റിയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫാനൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തോടെ പൊടി പോകുന്നതാണ്. അത് നമ്മൾ ഓരോ മാസം തോറും ക്ലീൻ ആക്കണം. അപ്പോൾ അത് ക്ലീൻ ആക്കുന്ന പലവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എൻ്റെ പ്രൊജക്ടർ ഞാനൊന്ന് ക്ലീൻ ആക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ തിയേറ്ററിലേക്ക് പോവുകയാണ്. തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ മിനി മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്നല്ല. എൻ്റെ അനിയൻ അവിടെ നിന്ന് ഡിസ്നിയുടെ ഏതോ കാർസ് സിനിമ നല്ല ആവശ്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട സിനിമയാണ്, പക്ഷെ പണ്ട് കണ്ട എൻ്റെ കഥയൊക്കെ മറന്നുപോയി. കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ സൗണ്ട് കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ ഞാൻ അവിടെ ചെന്ന അവന് ശല്യമാകും ഗൈസ്. ഞാൻ ഇപ്പോൾ പ്രൊജക്ടറൊക്കെ ഊരി എടുത്തുകൊണ്ട് ഞാൻ വരാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ തുറക്കട്ടെ. ബ്രോ, സിനിമ കണ്ടോണ്ടിരുന്ന മതി, ഞാൻ പ്രൊജക്ടർ എടുക്കാൻ പോവാ. ഒന്നും മിണ്ടുന്നില്ല, കണ്ടോ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പ്രൊജക്ടർ എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ പ്രൊജക്ടർ ഞാൻ ലൈറ്റ് ഇട്ടേ. പ്രൊജക്ടർ തോണ്ടിരിക്കുന്നത് ഞാൻ അവിടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പ്രൊജക്ടർ ഊരി ഇവൻ്റെ സിനിമ കാണാക്കാൻ ഞാൻ ഇപ്പോൾ നിർത്താൻ പോവുകയാണ്. അതെ, ആവശ്യത്തോടെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു അവൻ ഗൈസ്. പിന്നെ ഗോഡ്സില VS കോങ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ മൾട്ടിപ്ലക്സിൽ പോയി കണ്ടില്ല. ഇനി അങ്ങ് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമോ അറിയത്തില്ല. എന്തായാലും നിങ്ങൾ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്കും കാണണം. സമയം കളയാതെ പ്രൊജക്ടർ ഊരിയെടുക്കാൻ പോവാണ്. ബ്രോയുടെ സിനിമ കാണാൻ മുടക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ ഈ പ്രൊജക്ടർ വെറുതെ ഊരുമല്ല, കണ്ടില്ലേ പ്രൊജക്ടർ ചെയ്യുമ്പോൾ ഇവിടെ പൊടി കണ്ടോ ഗൈസ്. നല്ല പൊടിയുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ഒന്ന് ക്ലീൻ ആക്കിയതാണ്. ഇപ്പോൾ വീണ്ടും ഒന്നും കൂടി പൊടിയായിട്ടുണ്ട്. ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു പൊടി കാണുന്നില്ലേ, ഇതാണ്. ഇവിടെയും കൂടി ഒരു പൊടി ഇങ്ങനെ പറ്റിയിരിക്കുന്നു. അതെല്ലാം ക്ലീൻ ആക്കണം ഗൈസ്. അത് നല്ല വിഷയമാണത്. ഈ വെള്ള ഭാഗമാകുമ്പോഴാണ് വിഷയമാകുന്നത്. അതുകൊണ്ടാണ് മസ്റ്റായിട്ട് ക്ലീൻ ആക്കിയാലേ പറ്റൂ. ഓക്കെ, ക്ലീൻ ആക്കാം. പാവം ഗൈസ്, ബ്രോ സിനിമ കണ്ടുകൊണ്ടിരുന്നേന്ന് സിനിമ നിർത്തി. ടൂൾസ് എടുക്കണം. 2 സ്ക്രൂ ഡ്രൈവർ, ഒന്ന് വലിയ സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ. ഓക്കെ ഗൈസ്, പ്രൊജക്ടർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ടൂൾസ് ഇവിടെ വയ്ക്കാം. ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. പ്രൊജക്ടർ അവൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി പ്രൊജക്ടർ ഊരിക്കൊണ്ട് ഇവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയാണ് ഗൈസ്. ഇതെൻ്റെ മുത്ത് സാധനമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഈ തിയേറ്റർ, സ്പീക്കറും പ്രൊജക്ടറൊക്കെ. അപ്പോൾ എനിക്കൊരു വീട്ടിൽ വലിയ തിയേറ്റർ പണിയാൻ വലിയ ആഗ്രഹമുണ്ട്. അതൊക്കെ ഫ്യൂച്ചറിൽ ഇനി സാധിക്കുമായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളും നല്ല സപ്പോർട്ടൊക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നല്ല സൂക്ഷിച്ചാണ് ഈ പ്രൊജക്ടറിനെ വെച്ചേക്കുന്നുണ്ട്. മേളിലൊന്നും വലിയ പൊടിയൊന്നുമില്ല. ഇവിടെ ചെറിയ ഇവിടെയൊക്കെ ഒരു പൊടിയേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ മാറ്റിക്കളയാനുള്ളത്. ഞാൻ ചിലവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഈ ഇതിൻ്റെ മാതിരിയുള്ള പ്രൊജക്ടറിനൊക്കെ ഭയങ്കര പൊടി പിടിച്ചിരിക്കുന്നു. ഗൈസ്, ഒരെണ്ണം എടുത്തില്ല, തുടയ്ക്കാനുള്ള തുണി എടുത്തിട്ടില്ല. എടുത്തിട്ടെ. ഓക്കെ ഗൈസ്, തുണി എടുത്തിട്ടുണ്ട്. അവിടെ കണ്ടിരുന്ന ഒരു കിട്ടിയ തുണിയാണിത്. കണ്ണാടിയുടെ ഒക്കെ തുണിയാണ്, പണ്ടത്തെ കണ്ണാടിയുടെ. ഒരു വട്ടം ഊരി, പക്ഷേ ഇപ്പോഴെനിക്കിത് സീനാവും തോന്നുന്നു. എനിക്ക് ഈ ഊരുമ്പോൾ ഒരു പേടിയുണ്ട് ഗൈസ്.
ഞാൻ ഭയങ്കര കളിപ്പാട്ടങ്ങളും അതൊക്കെ ഭയങ്കരമായിട്ട് ഊരുന്ന ആളാണ്. ഊരിപ്പറിച്ച് ശരിയാക്കുന്ന ഇഷ്ടംപോലെ കേസുകൾ ഞാൻ അങ്ങനെ തീർത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടി ഇവിടെ 1 2 3 4 ഓക്കെ 4 സ്ക്രൂ ആണ് നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ഊരേണ്ടത്. ഓക്കെ 4 അല്ല 5 ഇവിടെ ഓർമ്മ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അപ്പം ഊരാൻ പോവുകയാണ് ഗൈസ്. ആദ്യമേ ഇട്ട് തുടങ്ങാം. ഓക്കെ, അത് ഊരി. ഓക്കെ, ചെറുതായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ മേളിൽ. ഓക്കെ, അത് ഊരി. അത് ഊരി. ഇനി ലാസ്റ്റ് ഓക്കെ അത് ഊരി ഗൈസ്. ഇത് ഊരില്ലേ, ഇത് ഈ ലെൻസിൻ്റെ ഫിറ്റിംഗ് ആണ്. ഇതിനകത്ത് നമ്മൾ തൊടാൻ പാടില്ല. ഓക്കെ ഓക്കെ ഇപ്പോൾ ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ പ്രൊജക്ടറിനെ ഊരാൻ പോവുകയാണ്. ഓക്കെ, സ്ക്രൂ ഒക്കെ ആണ്ട് ഊരി വന്നിട്ടുണ്ട്. ഇനി മേളത്തെ ഈ പാനൽ നമുക്ക് പതിയെ ഊരാം. എല്ലാം നല്ല സാവധാനം കേട്ടോ. ഓക്കെ 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 ഓ ഗൈസ് ഇരിക്കുന്നുണ്ടോ ഗൈസ്? ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഇവിടെ തൊടാൻ ഒരു ചൂട് കാണും. വേണ്ട, തൊണ്ടച്ചാലും നേരത്തടിച്ചാലും ഗൈസ്. കൊച്ചു പിള്ളേരൊന്ന് ഇങ്ങനെ ഒന്ന് ഊരിയെന്ന് ചെയ്യൽ, എന്നിട്ട് വലിയ ആൾക്കാരുടെ സഹായത്തോടെ വരാം. പിന്നെ ഇതിനകത്ത് ഇച്ചിരി സൂക്ഷിക്കണം ഗൈസ്. എന്തെങ്കിലുമൊക്കെ പോയാൽ പിന്നെ ഈ പ്രൊജക്ടർ പോയി കേട്ടോ. എന്നാലും ചെറിയ പ്രൊജക്ടർ ആയതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ചെയ്യാവും. ഓക്കെ, എല്ലാം നല്ല സെറ്റപ്പാണ് ഗൈസ്. ഓക്കെ ആണ്ട് ഇവിടെ ചെറിയ ഹീറ്റുണ്ട്. ഇവിടെ കുറേ വയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെറിയ സ്ക്രൂ ഡ്രൈവർ കണ്ടോ, ഇത്രയും ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് ഇത് ഊരണം. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, ലൈക്ക് അടിക്കുക. ഈ പണിയൊക്കെ എനിക്ക് അറിയാം, സ്ക്രൂ ഊരുന്ന മറ്റേ പണിയൊക്കെ അറിയാം. പക്ഷേ പ്രൊജക്ടർ ഉണ്ടായതുകൊണ്ടാണ് വലുതായിട്ടൊക്കെ സിനിമ കാണാൻ പറ്റുന്നത്. അത് ഓക്കെ, അത് ഊരി തോന്നുന്നു. ഓക്കെ, ഇനി അതുകൊണ്ട് ഇവിടെ ഒരു ടേപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഞാൻ ഊരുവാണ്. ഇനി പിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ചെറുതായിട്ടും പിച്ച് എടുക്കണം. ഇത് നമ്മുടെ LCD സ്ക്രീനകത്തോട്ട് പോയേക്കുന്ന കണക്ഷനാണ്. അത് പോയാൽ പിന്നെ പ്രൊജക്ടർ ഇല്ല. ഇവിടുത്തെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഇങ്ങനെ ഊരി എങ്ങനെ എടുക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ജസ്റ്റ് ഒരു പേടി. ഇവിടെ ഇങ്ങനെ ഊരാൻ പറ്റും, പക്ഷേ അതെനിക്കൊരു എന്തോ ഒരു ഇത് വരുന്നില്ല ഗൈസ്. ചിലപ്പോൾ പൊട്ടിപ്പോകുന്നൊരു പേടി, അതുകൊണ്ട് ഞാൻ അത് ഊരുന്നില്ല. അന്ന് ഞാൻ പ്രൊജക്ടർ ഊരിയപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഇവിടുത്തെ മാത്രം എന്തുവാ ഊരി വരാത്ത? അയ്യോ ഗൈസിനൊന്ന് സ്കിപ്പ് അടിക്കുകയാണേ ഗൈസ്. എന്തോന്ന് അറിയുന്നില്ല ഗൈസ്, ഇത് സ്ക്രൂ ഊരാൻ പറ്റുന്നില്ല. പക്ഷേ എന്തുവാ ഇവിടുത്തെ സ്ക്രൂ ഊരാൻ പറ്റുന്നില്ല ഗൈസ്, നമുക്ക് കണ്ടോ. അതുകൊണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു വേറെ പണിയെടുക്കുകയാണ് ഗൈസ്. ഇത് ഊരാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു മിററുണ്ട്. ഈ മിററിനകത്ത് പിക്ചർ തട്ടി ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതൊക്കെ നിങ്ങൾ വേറെ വീഡിയോ കണ്ടു കാണുമല്ലോ. ഇപ്പോൾ ഞാനിത് ക്ലീൻ ആക്കണം ജസ്റ്റ്. ഓക്കെ, ഇതാണ് LCD സ്ക്രീൻ കേട്ടോ. ഈ LCD സ്ക്രീൻ ഞാൻ ഊരുവാണേ. LCD സ്ക്രീനെ പതിയെ വളരെ സാവധാനം എടുക്കുകയാണ്. ഓക്കെ, പൊടി പറ്റിയിട്ടുണ്ട് ഗൈസ്. ഉണ്ട് നമ്മൾ സ്ക്രീനിൽ കണ്ട ആ പൊടി തന്നെ. ഇത് ഗൈസ് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓ സീനാവൂരി. ഇത് ഊരിയത് പറ്റൂ ഗൈസ്. ഇതെന്ത് ഊരി വരാത്തേ? പക്ഷേ ഞാൻ ഗൈസ് ആദ്യമായിട്ട് ഊരിയപ്പോൾ ഇത് ഊരി വന്നതാണ്. ഇപ്പോൾ ഊരി വരാന്നില്ല. വേറെ പണിയില്ല. ഈ സ്ക്രീൻ നൈസായിട്ട് ഇങ്ങനെ വെച്ചോണ്ട് തുടയ്ക്കാം. വേണ്ട ഗൈസ്, ഇത് കണ്ടോ പൊടി പറ്റിയിരിക്കുന്നുണ്ടോ? കണ്ടോ ഇവിടെയൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ പൊടി. ഇതാണ് പൊടി. ഈ ഇരിക്കുന്ന പൊടിയെല്ലാം നമുക്ക് തുടച്ച് കളയണം. കട്ടി പിടിച്ച് തുടയ്ക്കല്, വളരെ നൈസായിട്ട്. ഓക്കെ, ഇതിങ്ങനെ നൈസായിട്ട് ഞാൻ തുടയ്ക്കുകയാണ്. വളരെ നൈസായിട്ട് കണ്ടോ, തുടച്ചിട്ടുണ്ടോ? പണ്ടേ അത്യാവശ്യം പൊടി പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഗൈസ് എൻ്റെ പ്രൊജക്ടർ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ക്ലീൻ ആക്കുന്നത്. ഫണ്ണി ഗൈസ്. ഇതുപോലെ ഊരാതെ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് ഗൈസ്. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ തുടക്കുകയാണ്. ഇവിടെ എല്ലാം പൊടി പറ്റിയിരിക്കുന്നു. കുടയട്ടെ. ഓക്കെ, ഇനി അപ്പുറത്തെ വശം കൂടി തുടക്കണം. എൻ്റെ ഗൈസ് ഇപ്പുറത്തെ വശം കണ്ടോ, ഇവിടെ ഭയങ്കര പൊടി. അപ്പോൾ ഈ പൊടിയാണ് നമ്മളവിടെ വലിയതായിട്ട് കാണിച്ചല്ലേ. കാണിച്ചു തരാം, ശരിയാക്കാം. ഓക്കെ, തുണിക്കകത്ത് നല്ല പൊടിയായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഊരാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ തുടക്കണം കേട്ടോ. ശ്രദ്ധിക്കുക, ഇത് തുടയ്ക്കുമ്പോൾ വളരെ നൈസായിട്ട്. ഇത് വലിയ ഇതൊന്നും അല്ല, എന്നാലും പോകുന്ന സാധനമാണ്. അതുകൊണ്ട് വളരെ നൈസായിട്ട് കുഞ്ഞിനെ നോവാതെ തുടയ്ക്കണം. കുഞ്ഞിനെ നമ്മൾ നോവിക്കാതെ ചെയ്യത്തില്ല, അതേപോലെ തന്നെ
അതുകൊണ്ട് ഞാൻ വളരെ നൈസായിട്ടാണ് തുടച്ചത് ഗൈസ്. നമ്മൾ ഭൂമിയിലല്ലേ താമസിക്കുന്നത്, അപ്പോൾ പൊടിയും സംഭവങ്ങളൊക്കെ എന്തായാലും പറ്റിയിരിക്കും. എന്തായാലും പൊടിയൊക്കെ പോയോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. എന്തായെന്നൊരു പിടിയില്ല എൻ്റെ മോനെ. അവിടെ പ്രൊജക്ടർ അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ ഓണാക്കട്ടെ. ഓക്കെ, എന്തായാലും സാധനം ഓണായിട്ടുണ്ട്. എന്താ ചുമന്ന ലൈറ്റൊക്കെ കത്തുന്നു. ഇനി ഓണാക്കി വെക്കട്ടെ പൊടി എത്രത്തോളം പോയെന്ന്. ഗൈസ് ഞാൻ ഒന്നും ഫിറ്റ് ചെയ്ത് വെച്ചില്ല, ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടിയാണ്. ഗൈസ് വി ഡിഡ് ഇറ്റ്. ഓക്കെ, ഞാൻ ഫോക്കസ് ഒക്കെ ചെയ്യട്ടെ. ഗൈസ് അത്യാവശ്യം പൊടി പോയിട്ടോ. ഓ അവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ടോ പൊടി പറ്റിയിരിക്കുന്നുണ്ടോ? അവിടെ ഉണ്ട് പൊടി. ഓക്കെ ഓക്കെ, ഇവിടെയും ചെറിയ പൊടി ഉണ്ട്. ഇവിടെ എല്ലാം പോകാനുണ്ട് ഗൈസ്. ഞാനിത് പിന്നെ തുടച്ച്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ പൊടി പോകാൻ വേണ്ടി ആ LCD സ്ക്രീനിലാണ് നിങ്ങൾ തുടയ്ക്കേണ്ടത്. ഓക്കെ, അതിനകത്ത് നല്ല തുടയ്ക്കുക. പിന്നെ അതിനകത്തും പോയില്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ഓക്കെ, ഒരു 2 ഗ്ലാസ് ഉണ്ട്. ഒരു കൂളിംഗ് ഗ്ലാസ് നിങ്ങൾ തുടയ്ക്കണം. പിന്നെ ഒരു മിററുണ്ട്, ആ മിററിനകത്ത് നിങ്ങൾ തുടയ്ക്കണം. ആദ്യമേ നമ്മൾ LCD സ്ക്രീൻ, പിന്നെ മിററ്, പിന്നെ LCD ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ യെസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. കണ്ടോ, ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്, അതായിരിക്കുന്നത് LED ലൈറ്റ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ LCD സ്ക്രീൻ. ഞാൻ ജസ്റ്റ് അതൊന്ന് പൊക്കിയെടുത്ത് കാണിച്ചു തരാം. LCD സ്ക്രീൻ പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതിനകത്ത് തുടർന്നും കുഴപ്പമില്ല, പിന്നെ കറണ്ടാണ്, സൂക്ഷിച്ചോണം. കണ്ടോ ഗൈസ്, നമ്മുടെ LCD സ്ക്രീൻ കണ്ടോ? സ്ക്രീൻ എടുത്ത് വയ്ക്കാം. ഇപ്പോൾ എൻ്റെ സ്ക്രീനകത്ത് കണ്ടോ? ഇപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് സാധനം. പിന്നെ എടുത്ത് വെക്കുകയാണ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ LED ലൈറ്റിൻ്റെ വെട്ടമാണിത്. സ്ക്രീനൊന്ന് ഇങ്ങനെ വെക്കട്ടെ. ഓക്കെ, കണ്ടോ? ഇപ്പോൾ ശരിയായി. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച്. ഓക്കെ, ഇപ്പോൾ ശരിയായി. ഓക്കെ, ഇനി ബാക്കി പൊടിയെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാണിക്കാം. വീഴാതെയൊക്കെ സൂക്ഷിക്കുക കേട്ടോ. സ്ക്രാച്ച് വീണാൽ പിന്നെ പണിയാണ്, വേറെ പണിയൊക്കെ ആവും. അതുകൊണ്ട് ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഈ സ്ക്രൂ എനിക്ക് ഒട്ടും ഊരാൻ പറ്റുന്നില്ല ഗൈസ്. പക്ഷേ എത്ര സ്ക്രൂ ഡ്രൈവറും വെച്ച് ഞാൻ നോക്കിയിട്ട് എത്ര പിടിച്ചിട്ടും ഒരു ഇതും പറ്റുന്നില്ല. അപ്പോൾ സോറി, നിങ്ങൾ പ്രൊജക്ടറിൻ്റെ അഹം കാണാൻ പറ്റിയില്ല. ഇത്ര എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഇത്ര ഞാൻ മാക്സിമം തുടച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ബാക്കി തുടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ പരാജയപ്പെട്ടു പോയി ഗൈസ്. നീ ഇത് മൊത്തം ഫിറ്റ് ചെയ്യണം ഇനി. ഗൈസ് അങ്ങനെ പണി കഴിഞ്ഞു ഗൈസ്. ഓക്കെ, മീഡിയം കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എൻ്റെ പ്രൊജക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി ഗൈസ്. ഞാൻ വളരെ ക്ഷീണിച്ച് ഗൈസ്. ഇച്ചിരി പേടിച്ചൊക്കെയാണ് ചെയ്തത്. ഓക്കെ, ഞാൻ ഇവിടെ USB കുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് LCD സ്ക്രീനൊക്കെ തുടച്ചിട്ടുണ്ട്. LCD സ്ക്രീൻ നമ്മുടെ പഴയ പ്രൊജക്ടറിൻ്റെ ഒക്കെ ഫിലിം പോലെയാണ് LCD സ്ക്രീൻ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് എല്ലാ പണിയും ചെയ്തത്. തിയേറ്ററിലോട്ട് പോയിട്ട് പ്രൊജക്ടർ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുക, ഒന്ന് ഓണാക്കി നിങ്ങൾക്ക് പടാപ്പട്ടിൽ ഗുഷു എന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ കമ്പ്യൂട്ടർ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ കമ്പ്യൂട്ടറിന് എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ അടുത്ത് വേറെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, തിയേറ്റർ വന്നിട്ടുണ്ട്, ഇരുട്ടായിട്ടുണ്ട്. ഞാൻ സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഗൈസ് ഓക്കെ, സീനൊന്നും ആയിട്ടില്ല. ഇനി ഞാൻ ചെറിയൊരു പിക്ചർ ഇട്ട് കാണിച്ചു തരാം. നോക്കട്ടെ. സോണി പ്രസൻസ് 4K. നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആ പൊടിയൊക്കെ പോയിട്ടുണ്ട്. കൊള്ളാം. മേളിൽ വലിയ വിഷയമൊന്നുമില്ല, അറിയാൻ പറ്റുന്നില്ല പൊടി. ഞാൻ പറഞ്ഞില്ലേ, വെള്ള സാധനം വരെ മാത്രമേ ഉള്ളൂ ഒരു അറിയാൻ പറ്റുന്നത്. ഓക്കെ, നല്ല രീതിയിൽ പ്ലേ ആവുന്നുണ്ട്. ഓ ഗൈസ്, പുലിയൊക്കെ കണ്ട. കിടു അനദർ വേൾഡ്. ഞാൻ സ്പീക്കറൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ഇനി എല്ലാം കണക്ട് ചെയ്യണം ഗൈസ്. ഇനി സ്ക്രീൻ കറക്ഷൻ ഒന്ന് ചെയ്യണം. അപ്പോൾ ഫ്രെയിമിൻ്റെ കറക്റ്റ് രീതി ഇരിക്കുമല്ല, കറക്റ്റ് രീതിയിൽ കണ്ടോ, ഫ്രെയിമിൻ്റെ കറക്റ്റ് രീതിയിലല്ല ഇരിക്കുന്നത്. ഇനി അത് കറക്റ്റ് ചെയ്യണം. നല്ല സിംഹം വെള്ളം കുടിക്കുന്നു. ഓക്കെ, ഇനി ഗൈസ് ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ്
ഗോഡ്സില്ലയുടെ ട്രെയിലർ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓട്ടെ, കോപ്പിറൈറ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കിളിയൊക്കെ പറഞ്ഞുകൊണ്ടോ കിളിയില്ലേ? ഗൈസ്, ഗോഡ്സില്ലയുടെ ട്രെയിലറാണ്, ഇച്ചിരി നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുവരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആയിരിക്കുന്നു ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ലാസ്റ്റ് നമ്മുടെ ഗോഡ്സില്ല VS കോങ്ങിൻ്റെ ട്രെയിലർ ചെറിയ നിങ്ങൾ കാണിച്ചെന്ന് ഫുള്ളും കാണിച്ചു തന്നാൽ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് ഫുള്ളും കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇച്ചിരി കാണിച്ചത് ഗൈസ്. പ്രൊജക്ടറിൻ്റെ ക്ലീനൊക്കെ സൂപ്പറായിട്ടുണ്ട്. പക്ഷേ സൂപ്പറായിട്ടൊന്നുമല്ല, മാക്സിമം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം. ആ പൊടി ഗൈസ്, ആ സ്ക്രീന് ഫുള്ളായിട്ട് ഊരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇച്ചിരി പൊടിയാക്കി ഇരുന്നത്. എന്നാലും അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ സൗണ്ട് എഫക്റ്റും ഒക്കെ സൂപ്പറാണ് ഗൈസ്. ഓക്കെ, എല്ലാം അത്യാവശ്യം ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും അതെല്ലാം ഇനി ഫ്യൂച്ചറിൽ സെറ്റാകണം ഗൈസ്, എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതിനെ തിയേറ്റർ സെറ്റപ്പ് അല്ല കാണിച്ചത്, പ്രൊജക്ടർ ക്ലീൻ ആക്കുന്നതാണ്. പ്രൊജക്ടർ ക്ലീൻ ആക്കി അത്യാവശ്യം സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സൂപ്പറാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുവരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആക്ഷൻ ഡ്യൂഡ്. ഇനി അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് അടിക്കുക. ഓക്കെ, ടാറ്റാ ഗൈസ്, ബൈ ബൈ.